വനഭൂമിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനൊപ്പം മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം സംബന്ധിച്ച് ആധികാരിക പഠനങ്ങൾ ആവശ്യമാണെന്നും നിലവിലുള്ളത് എസ്റ്റിമേറ്റ് കണക്കുകൾ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം വന്യജീവി ആക്രമണങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വന്യജീവി ആക്രമണത്തിൽ ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ മരണമാണ് സംഭവിച്ചത്. ഇതിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സോളാർ ഫെൻസിംഗ് ഉള്ള ഇടങ്ങളിൽ പോലും വന്യജീവികൾ അത് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വാട്സാപ്പ് വഴി മുന്നറിയിപ്പ് സന്ദേശം എത്തിക്കാറുണ്ടെങ്കിലും അതൊരു പരിഹാരമാർഗമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പല സ്ഥലത്തും സോളാർ ഫെൻസ് വോൾട്ടേജ് ഇല്ലാതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിൽ കൂടുതലായിട്ട് ആനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. വാട്സാപ്പ് വഴി ഇതെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. അതായത് 5 ദിവസമായിട്ട് സാന്നിധ്യമുണ്ടായിട്ട് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഗൗരവത്തിൽ തന്നെ കാണുന്നു. വന്യജീവി മനുഷ്യ സംഘർഷം തുടരുമ്പോൾ വനം വകുപ്പിന് ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ പര്യാപ്തമല്ല എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ആധുനിക രീതിയിൽ കൂടുതൽ ഫലപ്രദമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെങ്കിൽ 1 കിലോമീറ്റർ പരിധിയിൽ 1 കോടിയിലധികം രൂപ ചിലവാണ്. കേരളത്തിൽ വനഭൂമി കുറയുന്നു എന്ന തരത്തിൽ ബോധപൂർവമായ വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ദേശീയ ശരാശരിയിൽ വനഭൂമി 20% മാത്രമുള്ളപ്പോൾ 29.6% വനഭൂമി കേരളത്തിലുണ്ട്. ഗ്രീൻ കവറേജും പ്ലാന്റേഷനുകളും ചേരുമ്പോൾ ഇത് ഫോറസ്റ്റ് കവർ എന്ന നിലയിൽ 54%. വനഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്യജീവികൾ ഉള്ളതിനാൽ വന്യജീവികളുടെ എണ്ണത്തിലും ആധികാരികമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കടുവയാണെങ്കിൽ അന്നേരം മാനേറ്ററായിട്ട് ഡിക്ലെയർ ചെയ്ത് അതിനാവശ്യമുള്ള കൊല്ലണമെങ്കിൽ കൊല്ലുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാനത്. ഇതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കിട്ടി ശാസ്ത്രീയമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ വെക്കുന്ന സമിതി പഠിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ അടക്കം ഇവിടെ എണ്ണം കൂടുതലുള്ളതിനെക്കുറിച്ച് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വയനാട്ടിലെയും ആറളത്തെയും പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ 100 ദിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.